എനിക്കേറെ ഇഷ്ടവും ആദരവുമുള്ള എഴുത്തുകാരനായ സന്യാസിയാണ്, അഥവാ സന്യാസിയായ എഴുത്തുകാരനാണ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളും കുറിപ്പുകളുമൊന്നും ഒറ്റയടിക്ക് വായിച്ചു തീർക്കാനാവില്ല. മിക്കപ്പോഴും വായന ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകും. പുസ്തകം അടച്ചു വെച്ച് തല പിന്നിലേക്ക് ചായ്ച്ച് കണ്ണുകൾ മെല്ലെ പൂട്ടി കുറെ നേരം ധ്യാനത്തിൽ അമർന്നു പോകും. ബൈബിളൊക്കെ രചനാ വിഷയമാക്കുമ്പോഴും ഫാദർ ബോബി ജോസ് ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിട്ടല്ല, മറിച്ച് തനി റൊമാൻറ്റിക്കായ ഒരു കവിയെ പോലെയാണ് കാണപ്പെടാറ്. എത്ര അകാൽപ്പനികനായ ഒരു വ്യക്തിയെയും കാൽപ്പനികനാക്കാൻ കഴിവുറ്റ ഒരു വശ്യശക്തി ഫാദറിന്റെ വാക്കുകൾക്കുണ്ട്. ഞാൻ ആദ്യം വായിച്ച ബോബിയച്ചൻ പുസ്തകത്തിലെ ഒരു വരി ഇങ്ങനെ: പ്രണയത്തെ അയാൾ ബലി ചെയ്തു, ബലിയോടയാൾ പ്രണയത്തിലായതുമില്ല. ഒരു തണുത്ത അഗ്നികണം പോലെ അതെന്റെ മനസ്സിനുള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഒരു ക്രൈസ്തവ പുരോഹിതന് ഇത്രത്തോളം ഫ്രാങ്ക് ആകാൻ പറ്റുമോ? ഈ വ്യക്തി അങ്ങേയറ്റം ശ്രദ്ധയർഹിക്കുന്നുണ്ടെന്ന സത്യം ആ പുസ്തകം വായിച്ചു തീരും മുമ്പ് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്നും പുലർവെട്ടമായി അനേകം പ്രഭാതങ്ങളിൽ ബോബിയച്ചന്റെ വരികൾ എന്നെ തേടിയെത്താറുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പുസ്തകങ്ങളിൽ ലേഖനങ്ങളുടെ വാൽകഷ്ണങ്ങളായി അദ്ദേഹം നൽകാറുള്ള സ്വന്തമോ കേട്ടറിഞ്ഞതോ ആയ തമാശക്കഥകളിൽ ഒന്നാണ്. പൂച്ചയെ കളയാൻ കാട്ടിലേക്ക് പോയി, കളഞ്ഞിട്ട് മടങ്ങുമ്പോൾ വഴി തെറ്റി. ഒടുവിൽ പൂച്ചയുടെ പിന്നാലെ നടന്ന് വീട്ടിലെത്തി. 2-3 വാക്യങ്ങളിൽ ഒതുങ്ങുന്നത് എന്തെന്ത് വികാരങ്ങൾ, തിരിച്ചറിവുകൾ. വീട്ടിലെ പൂച്ചയെ കാട്ടിൽ കൊണ്ടുപോയി കളയുന്ന മനുഷ്യന്റെ സഹജീവി സ്നേഹരാഹിത്യവും പോയ വഴി തിരിച്ചറിയാനുള്ള സഹജാവബോധമില്ലായ്മയും, അതേസമയം ഒരു മൃഗത്തിന്റെ സഹജാവബോധവും ഉപേക്ഷിച്ചു കളഞ്ഞ മനുഷ്യരിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന അതിന്റെ നിഷ്കളങ്ക സ്നേഹവും, ആ ജീവിയെ ആശ്രയിച്ച് രക്ഷ നേടേണ്ടി വരുന്ന മനുഷ്യന്റെ കഴിവില്ലായ്മയുമൊക്കെ ഈ തമാശ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ?